നിങ്ങൾ ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ? നിങ്ങൾ എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും എത്രയൊക്കെ തള്ളിപ്പറഞ്ഞിട്ടും അവരെ അല്ല പറഞ്ഞത് എന്ന മട്ടിൽ, അവരെ അല്ല നിങ്ങൾ വേദനിപ്പിച്ചെന്ന മട്ടിൽ നിങ്ങളെ വീണ്ടും വീണ്ടും സഹായിക്കുന്ന, നിങ്ങളെ വീണ്ടും വീണ്ടും കേൾക്കാൻ തയ്യാറാകുന്ന, നിങ്ങളെ തിരക്കി വരുന്ന ആ ചില മനുഷ്യരെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ കാണാം. ജപ്തി ഒഴിവാക്കാനുള്ള കാശാണ് 7 ലക്ഷം രൂപ വേണ്ടത്. പിടിക്കുക. എഞ്ചിനീയറിംഗ് പഠിച്ചത് അല്ലേ? എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന കാറ്ററിങ്ങും ഓട്ടോറിക്ഷ ഓടിക്കലല്ലേ? എനിക്കൊരു സർപ്രൈസ് തരാം. എൻ്റെ അവിടെ ഇവിടെ ഇരിക്കുക. എന്നാണ് മനസ്സിലായോ? എന്തിനാ ഇവിടെ വന്നതെന്ന് മനസ്സിലായോ? ഞാൻ ഇന്ന് തൊട്ട് അച്ചായൻസ് ഗോൾഡിലെ ഒരു ജീവനക്കാരനാണ്. അതായത് ഞങ്ങളുടെ അച്ചായൻസ് ഗോൾഡ് കുടുംബത്തിലെ ഒരു അംഗമാണ്. അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം, അനിയന് ഏറ്റവും സന്തോഷം, താൻ നല്ലൊരു ജോലി പ്രവേശിച്ചു. ഇന്ന് തൊട്ട് ഓട്ടോയിൽ കണ്ടാലും ഭീകരമാണ് ചേട്ടാ. ഇവിടെ എങ്ങനെ ചേട്ടൻ താമസിക്കുന്നു എന്നുള്ളതാണ്. വലിയ മഴയൊക്കെ വന്ന ചിലപ്പോൾ ഇതെങ്ങനെ ചേട്ടാ ഇവിടെ ഈ നിലത്ത് കിടക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാഴ്ച. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ മാറ്റങ്ങൾ നമുക്ക് എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാക്കാം. ചേട്ടന് 1 ലക്ഷം രൂപ ഞാൻ തരുവാണ്. ചേട്ടൻ പറഞ്ഞ കാശ് തരുവാണ്. എന്നാൽ ഈ 1 ലക്ഷം കൊണ്ട് ചേട്ടൻ ചിലപ്പോൾ നനയാതെ അല്ലേ കഴിയാൻ പറ്റുമായിരിക്കും അല്ലേ? ജീവിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഇത് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഇപ്പോഴും അന്തസ്സായിട്ട് പറയാം, ഞാൻ ഒരാളുടെ പോലും കാശ് ഇന്ന് വരെ മേടിച്ചിട്ടില്ല. അത് ഇവിടെ വേണമെങ്കിൽ ഞാൻ തെളിയിക്കും. 1 രൂപ പോലും ഒരു മനുഷ്യന് മേടിക്കാൻ ഞാൻ ഒത്തിരി. അതാണ് ദൈവം ഞാൻ ഇപ്പോഴും പറയുന്നത്. എങ്ങനെയോ നടത്തുന്നത്, എങ്ങനെയോ ചെയ്യുന്നത്, എങ്ങനെയോ മുന്നോട്ട് ചെയ്യും. നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല, നമ്മളോട്ട് കൊണ്ടുപോകുന്നില്ല. ഇവിടെ തന്നെ നമ്മൾ കൊടുത്തിട്ട് പോകും. ഞാനടങ്ങുന്ന ഈ സമൂഹത്തിലെ വ്യക്തിത്വങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. കയ്യിലുള്ളത് എന്തും തരുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരുവനേക്കാൾ എന്തെങ്കിലുമൊക്കെ തരാമെന്ന് വാഗ്ദാനങ്ങൾ നൽകുന്ന ചിലരെയാണ് നമുക്ക് പ്രിയം. അങ്ങനെയുള്ള ചിലരാണ് ഈ രാഷ്ട്രീയക്കാർ. ഒരു 25,000 രൂപയ്ക്കോ 20,000 രൂപയ്ക്കോ തീരേണ്ട ഒരു ബസ് സ്റ്റോപ്പ് തന്നെ അതൊരു 15,000 രൂപയ്ക്ക് പണിഞ്ഞ് ഒരു 2 ലക്ഷം രൂപയുടെ ഫ്ലെക്സ് ഒക്കെ അടിച്ച് എല്ലായിടവും കൊണ്ട് വെച്ച് ഒരു പൊട്ടിഘോഷിച്ച് നടക്കുന്ന 5 വർഷം കൂടുമ്പം നമ്മുടെ തിണ്ണ നിരങ്ങാൻ വരുന്ന, എവിടെ പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വഴി വെച്ച് കണ്ട പരിചയം കാണിക്കാത്ത ഇവറ്റുകളോട് നമുക്കൊരു പ്രത്യേക സ്നേഹമാണ്, ഒരു മമതയാണ്, ഒരു ആദരവാണ്. അവരെ കാണുമ്പോൾ നമുക്കങ്ങ് ആദരവ് വഴിഞ്ഞു വീഴും. നമ്മളെ ഈ എന്തും സഹായിക്കാനായിട്ട് നിൽക്കുന്ന ആ വ്യക്തികളെ കണ്ടാലോ നമുക്ക് പുച്ഛം. അവരോടൊക്കെ നമുക്ക് എന്തെന്നില്ലാത്ത പുച്ഛം. കാരണം എന്താ? അവരൊക്കെ ഒരുപാടുള്ള ആൾക്കാരല്ല. അവൻ്റെ ഒരു ഇഷ്ടം പോലെ പൈസയുണ്ട്. അവൻ അതിനകത്തുനിന്നൊരു കോടികളുള്ളവൻ അതിനകത്തുനിന്ന് ഒരു 10,000 10,000 അല്ലെങ്കിൽ 1 ലക്ഷം എടുത്ത് സഹായിച്ചു. അവൻ എന്ത് സംഭവിക്കാനാണ്? അവൻ അതൊക്കെ ചെയ്യേണ്ടവനല്ലേ എന്നുള്ള ഒരു കൺസെപ്റ്റ്. എന്താ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തുടങ്ങുന്നത്? ഇവനൊക്കെ ഒരു ജോലി ഇല്ലാതെ ഇങ്ങനെ പാവത്തങ്ങളെ സഹായിച്ചങ്ങ് നടക്കുക. അതെന്താ ഇങ്ങനെ? ഇവനൊന്നും വേറെ ജോലിയില്ലേ? പക്ഷെ ഇവരെ പോലുള്ളവർ നമുക്ക് വേണ്ടി എടുക്കുന്ന എഫർട്ട്, അവർ ചിലവാക്കുന്ന പൈസ, നമ്മളോട് കാണിക്കുന്ന സ്നേഹം, എന്നിട്ട് നമുക്ക് അവരോട് തോന്നുന്ന ഈ പുച്ഛഭാവം. അവർക്ക് ഒരുപാട് പൈസ ഉള്ളവരല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി പൈസ ചെലവാക്കുമ്പോൾ എനിക്ക് അവരോട് എന്തിനാ ഇത്ര നന്ദി? അവരെ വിമർശിക്കുന്നവരെ കാണുമ്പം എനിക്ക് കൂടുതൽ സ്നേഹിക്കാനുള്ളൊരു തോന്നൽ. എന്താ ഈ സമൂഹം ഇങ്ങനെ? എന്താണ് ജനങ്ങളെ നിങ്ങളിങ്ങനെ? എന്നോട് തന്നെ, ഞാൻ ഉൾപ്പെട്ട ഈ സമൂഹത്തിനോട് തന്നെയുള്ള എൻ്റെ ഒരു ചോദ്യമാണിത്. എന്താ നമ്മൾ ഇങ്ങനെ ആയിപ്പോയത്? പിന്നെ അവൻ സഹായിക്കുന്ന ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ചെറ്റകൾ വന്നിട്ട് പറയുക, അവൻ ഈ കാണിക്കുന്നതൊക്കെ അവൻ കുഴൽപ്പണം ഇടപാടാണ്, അവൻ ഹവാലയാണ്, അവൻ നികുതി വെട്ടിക്കുന്ന പൈസയാണ്, അവൻ ഇതൊക്കെ നമ്മളൊക്കെ 100 ചെലവാക്കുമ്പോൾ അവൻ 1000 വേറെ എടുത്തുനിന്ന് കിട്ടുന്നത് കൊണ്ടാണ് അവൻ ഈ ചെലവാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഇത് പിടിച്ച ആൾക്കാർ വന്നിട്ട് ഇത് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ചെവി കൊടുക്കുന്ന, അതിന്റെ പുറകെ പോകുന്ന ആൾക്കാരോട് എനിക്ക് ഇതേ പറയാനുള്ളത്. ഞാൻ പറഞ്ഞ നേരത്തിലത്തെ ആ രാഷ്ട്രീയക്കാരില്ലേ, അല്ലെങ്കിൽ പോട്ടെ, നിങ്ങളുടെ നാട്ടിലെ, നിങ്ങളുടെ വാർഡിലെ കുറെ പ്രമാണിമാർ കാണുമല്ലോ, പൈസയൊക്കെ ഉള്ള വെച്ച് പോകത്ത പൈസയുള്ള ആൾക്കാർ, അവരില്ലേ. പിന്നെ കോടികൾ പ്രതിഫലം വായിക്കുന്ന നമ്മുടെ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അല്ലാതെ അഴിമതി കാണിക്കുന്ന രാഷ്ട്രീയക്കാർ, അവരൊക്കെ എന്തുമായിരാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? അതൊക്കെ നിങ്ങൾക്കൊന്ന് ആലോചിച്ചുകൂടെ? അവരൊക്കെ എന്തുവാണ് അവർ വീണ്ടും 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 10 1000 ആക്കാനും 1000 ലക്ഷമാക്കാനും ലക്ഷം കോടിയാക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവരല്ലേ. പിന്നെ ഈ വിരോധികൾ പറയുന്ന വേറൊരു കാര്യം, ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ സഹായിക്കുന്നത് അവരെടുത്ത് വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു, അവരെ അവഹേളിക്കുന്നു, പാവത്തുങ്ങളെ അവഹേളിക്കുന്നു, അത് ചെയ്യുന്നു, മറ്റേത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഈ ഫുൾ A+ മേടിച്ച് ഒരു വിദ്യാർത്ഥിക്ക് 5 ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോട്ടോ ആക്കി അല്ലെങ്കിൽ വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടാത്ത എത്ര രാഷ്ട്രീയക്കാരെ നിങ്ങൾക്കറിയാം? എത്ര പൗരപ്രമാണിമാരെ നിങ്ങൾക്കറിയാം? എല്ലാവരും ഇതിനെക്കാട്ടിലും ചെറ്റത്തരങ്ങൾ കാണിച്ചിട്ടല്ലേ ഈ നിൽക്കുന്നത്.
ഈ രാഷ്ട്രീയ കോമരങ്ങളായാലും ഈ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ആ പൗരപ്രമാണിമാരായാലും ഇതിങ്ങനെയൊക്കെയല്ലേ അവരും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൂട്ടുള്ള നല്ല ആൾക്കാരെ, നല്ല വാഗ്ദാനങ്ങൾ കിട്ടുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. വാഗ്ദാനങ്ങളുടെ പുറകെ പോകാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. വാഗ്ദാനങ്ങൾ കോരി ചൊരിയുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് പുറകെ പോകാതിരിക്കാനുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ടല്ലേ നമ്മളെയൊക്കെ മനുഷ്യരെന്ന് പറയുന്നത്. അത് തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടായിട്ടല്ലേ ഞാൻ ഉൾപ്പെട്ട നമ്മുടെ ഈ ജനതയെ മനുഷ്യരെന്ന് പറയുന്നത്. വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മളെ ഏതവസ്ഥയിലും സഹായിക്കാനായിട്ട്. നമ്മളൊന്ന് വീണു പോകുമ്പോൾ, നമ്മുടെ പതനത്തിൽ, നമ്മൾ ആത്മഹത്യക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒക്കെ നമ്മളെ സഹായിക്കാനായിട്ട് വിരലിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ ഈ ഭൂമുഖത്തിപ്പോൾ. അതിപ്പോൾ തന്നെ വർഷം കഴിയുന്തോറും ഇല്ലേ കുറഞ്ഞു വരിക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് കുറേ നാൾ കഴിയുമ്പോൾ അന്യം നിന്ന് പോകും. ഈ നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മളെ സഹായിക്കാൻ വരുന്ന വ്യക്തികളുടെ ആ ഒരെണ്ണം കുറഞ്ഞില്ല, സിംഹവാലൻ കുരങ്ങന്റെ ഒക്കെ കൂട്ടി കുറഞ്ഞു വരിക. ഇപ്പോഴെല്ലാം സോഷ്യൽ മീഡിയ പ്രൊമോഷൻ, സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ട് കുറെ ആൾക്കാർ നമ്മളെ സഹായിക്കാൻ വരുന്നു. അല്ലെങ്കിൽ ഒരു 1000 രൂപയുടെ അഴിമതി നടത്താനായിട്ട് 10 രൂപ നമ്മളെ പോലുള്ളവർക്ക് എറിഞ്ഞു തരുന്നു. ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇയാളും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ജീവിതവും എൻ്റെ ജീവനും എല്ലാം എന്നെ കൈവിട്ടു പോയേനെ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? ആ തോന്നലുള്ളപ്പോൾ അയാൾ സഹായവുമായിട്ട്, നിങ്ങൾക്കൊരു വാഗ്ദാനവുമായിട്ട് മുന്നോട്ട് വരാൻ തയ്യാറായില്ലേ? ആ തയ്യാറാകലിനെ, അയാൾ തരുന്ന ആ സഹായത്തെയാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ വിമർശനവുമായിട്ട് വരുന്ന അഴിമതിക്കാരനെന്ന് ലേബലിലാക്കി ഇതിനകത്തു നിന്നും പ്രതിഫലം പറ്റാനിരിക്കുന്ന ആ ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയണം. നമ്മളെ സഹായിക്കാൻ ചിലപ്പോൾ ടോണിയാച്ചായനോ യൂസഫ് അലിയോ അല്ലായിരിക്കും വരുന്നത്. നമ്മുടെ അയലത്തുള്ള ഒരു കൂലിപ്പണിക്കാരനായിരിക്കും. അവൻ അന്നന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു തുച്ഛമായ പൈസ നമ്മളെ സഹായിച്ചെന്നിരിക്കും. തുച്ഛമായ ഒരു ആഹാര സാധനം മേടിച്ച് തന്നിരിക്കും. അതൊരു സഹായമാണ്. ചിലപ്പോൾ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്ന് നമ്മളെ കൈപിടിച്ചുയർത്താൻ ആ സഹായമായിരിക്കും നമ്മളെ സഹായിക്കുന്നത്. അത് തിരിച്ചറിയും മനുഷ്യരെ.